അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ മോഡ്യൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പുതിയൊരു മേഖലയെക്കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? അപ്പോൾ ഇതിന് അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ ഉണ്ടാകുന്നു, കെമിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടി എന്നതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നോക്കൂ, എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? എന്താണ് നമ്മളിപ്പോൾ ഏത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും ഫസ്റ്റ് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ്, അതൊരു പഠനമാണ് എന്തിനെക്കുറിച്ച്? സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. എങ്ങനെ ഉള്ള പ്രൊഡക്ഷൻ? ഫ്രം എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് പിന്നെയോ ആൻഡ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് എബൌട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നും ഈ പ്രോസസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എനർജിയുടെ സഹായമില്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾ, അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. നോൺ സ്പോണ്ടേനിയസ് ആകുമ്പം എനർജിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന പ്രോസസ്സുകൾ. അപ്പം നിങ്ങൾ ഇത് വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം കെമിക്കൽ എനർജി. കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പഠനങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇപ്പം എന്താണ്? രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വൈദ്യുതി കൊടുത്തുകൊണ്ട് നമുക്ക് രാസപ്രവർത്തനം നടത്താൻ സാധിക്കുന്നു. ഈ രണ്ട് പരിപാടികളും ഏതിനകത്ത് വരും? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള എനർജിയെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില പ്രോസസ്സുകളെ നടത്താൻ പറ്റും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിക്കൊണ്ട് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്യാദി പഠനങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് നടത്താനും പറ്റുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുഴുവൻ നമ്മൾ ആരുടെ അകത്ത് ഉൾപ്പെടുത്തുന്നു? ഈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് ഉൾപ്പെടുത്തുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ അതിനെ ഉപയോഗിക്കാം, അതിൻ്റെ യൂസസ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് നോക്കൂ, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം. സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ്, അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ യൂസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം, അവയിലൊക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസിൽ വരുന്ന ഒന്നാണ് ഈ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഏതൊക്കെയാണ് മെറ്റൽസ്? നമ്മൾ സോഡിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. സോഡിയം Na, മഗ്നീഷ്യം Mg, കാൽഷ്യം Ca, അലുമിനിയം Al. ഇവയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ രണ്ടാമത്തേത് ഏതാണ്? ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? ഇലക്ട്രോ കെമിസ്ട്രി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നോക്കുക, 3, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ. ആരുടെ?
മെറ്റൽസിൻ്റെ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കും. അതായത് ലോഹത്തിൻ്റെ നിർമ്മാണം. ലോഹത്തെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു, ആദ്യം അതിനെ സാന്ദ്രണം ചെയ്യുന്നു, കോൺസെൻട്രേഷൻ നടത്തുന്നു, പിന്നെ അതിൽ നിന്ന് മെറ്റലിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് മെറ്റലിനെ നിർമ്മിക്കുന്നു. അത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ, ആ നിർമ്മിച്ച ലോഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ആ പ്രോസസ്സ്, ആ മൂന്നാമത്തെ പ്രോസസ്സ് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെയും അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായത്തോടു കൂടി നടത്താൻ പറ്റും. അതുകൊണ്ട് അടുത്ത ഇമ്പോർട്ടൻസ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. എല്ലാ ലോഹങ്ങളെയും ഇതേപോലെ വൈദ്യുതിയുടെ സഹായത്തോടെ അല്ല പ്യൂരിഫൈ ചെയ്യുന്നത്, ചില ലോഹങ്ങളെ. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, അതിന് വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നു, ഇലക്ട്രോ കെമിസ്ട്രി ഉപയോഗിക്കുന്നു. പിന്നെ ബാറ്ററീസ് ആൻഡ് സെൽസ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മളിപ്പോൾ ടോർച്ചിനകത്ത് ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ റീചാർജ് ചെയ്യുന്ന ടോർച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ ഡ്രൈ സെല്ല് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട്. വലിയ ബാറ്ററികൾ, നിപ്പോയുടെയും എവറഡിയുടെയും ഒക്കെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ വാച്ചുകളുടെ അകത്ത് നമ്മൾ മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കെമിക്കൽസാണ് വെച്ചിരിക്കുന്നത്. ഈ കെമിക്കൽസ് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ബാറ്ററീസ് ആൻഡ് സെൽസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി, അതേപോലെ ബാറ്ററി, സെല്ല് എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിനും അല്ലെങ്കിൽ അവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു പ്രാധാന്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്? അതിലൊന്ന് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. മൂന്നാമത്തേത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. നാലാമത്തേത് ബാറ്ററീസ് ആൻഡ് സെൽസ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററീസിൻ്റെയും സെൽസിൻ്റെയും ഒക്കെ നിർമ്മാണം ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 4 പോയിന്റ് കൃത്യമായി ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൽ നിന്നൊരു 3 പോയിന്റ് തന്നിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏത് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യനായി ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത പോകുന്നു. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോ കെമിക്കൽ സെൽസ്? എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ? ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകതരം സെല്ലുകളാണ്. അവ കൺവേർട്സ് എന്ത് ചെയ്യുന്നു? ദീസ് സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റിഡോക്സ് റിയാക്ഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളി നമ്മൾ ചിന്തിക്കുക, ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളുണ്ട്. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. സിംപ്ലി എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇനി ഇതിനകത്ത് നമ്മൾ പറയാതെ പോയ 1-2 ടേമുകൾ. ഒന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കും, സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡോക്സ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സുകൾ എന്തെന്ന് വിളിക്കും? റിഡോക്സ് പ്രോസസ്സുകൾ എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ അകത്ത് ഓക്സിഡേഷനും നടക്കും, എന്തും നടക്കും? റിഡക്ഷനും നടക്കും. അപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന പ്രോസസ്സുകളെ റിഡോക്സ് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിഡോക്സ് പ്രോസസ്സുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യപ്പെടുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ റിഡോക്സ് പ്രോസസ്. റിഡോക്സ് പ്രോസസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബീക്കർ, ഇവിടെ മറ്റൊരു ബീക്കർ. ഓക്കെ, ഈ ഒന്നാമത്തെ ബീക്കറിനകത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ബീക്കറിൽ മറ്റൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തേതിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ നമ്മളൊരു റോഡ്, ഒരു മെറ്റൽ റോഡിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റൽ റോഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ റോഡാണ്. സിങ്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ദണ്ടിനെയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് താഴ്ത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു സൊല്യൂഷനിലായിരിക്കും. അതായത് സിങ്കിൻ്റെ തന്നെ ഒരു സൊല്യൂഷൻ, ഇപ്പം സിങ്ക് സൾഫേറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ തന്നെ ആയിരിക്കും അത് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് എടുത്തിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ റോഡാണ്. കോപ്പറിൻ്റെ റോഡ്, ഈ കോപ്പറിൻ്റെ റോഡിനെ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്നത് കോപ്പറിൻ്റെ തന്നെ ഒരു സൊല്യൂഷനിലാണ്. അതാണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആവാം. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്തിരിക്കുന്നു? കോപ്പറിൻ്റെ റോഡിനെ താഴ്ത്തി വെച്ചിരിക്കുന്നു. ഓക്കെ ആണേ. അപ്പോൾ സിങ്കിനെ സിങ്ക് സൾഫേറ്റിലും അല്ലെങ്കിൽ സിങ്കിൻ്റെ സൊല്യൂഷനിലും കോപ്പറിൻ്റെ റോഡിനെ കോപ്പറിൻ്റെ സൊല്യൂഷനിലും താഴ്ത്തി വെച്ചിരിക്കുന്നു. ഈ ഇലക്ട്രോഡുകളെ തമ്മിൽ, സിങ്കിൻ്റെ ഇലക്ട്രോഡിനെയും അതേപോലെ കോപ്പറിൻ്റെ ഇലക്ട്രോഡിനെയും തമ്മിൽ നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ കോപ്പർ വയറോ ഏതെങ്കിലും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെയോ ഈ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ നമ്മളൊരു യു ആകൃതിയിലുള്ള ട്യൂബ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ യു ആകൃതിയിലുള്ള ട്യൂബിൻ്റെ പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. എന്താണ്? സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് എന്തൊക്കെ കാണും എന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് ഇലക്ട്രോഡുകൾ കാണും, രണ്ട് സാൾട്ട് സൊല്യൂഷനുകൾ കാണും, ഒരു സാൾട്ട് ബ്രിഡ്ജ് കാണും, പിന്നെ ഒരു കണക്റ്റിംഗ് വയറോ മറ്റോ കാണും. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സിങ്ക് റോഡ്, കോപ്പർ റോഡ്, അതിൻ്റെ പിന്നെ കറക്റ്റായിട്ടുള്ള റെസ്പെക്റ്റീവായിട്ടുള്ള സാൾട്ട് സൊല്യൂഷനുകളിൽ അവയെ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട്, എക്യുപ്മെൻ്റ് കൊണ്ട് ഈ രണ്ട് സൊല്യൂഷനുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രമീകരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ റിഡോക്സ് പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നിന്ന് എന്തുണ്ടാകുന്നത്? വൈദ്യുതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്നും പറഞ്ഞു. അപ്പം നോക്കാം ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഇതാ നോക്കൂ, ഇവിടെ സിങ്ക് ഉണ്ട്. നമ്മൾ ഈ പടത്തിനെ ബേസ് ചെയ്താ പറയുന്നത്. ഇവിടെ സിങ്ക് ഉണ്ട്, ഇതിൻ്റെ ബ്രാക്കറ്റിൽ എസ് എന്നിട്ടിരുന്നാൽ സിങ്ക് സോളിഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി Cu2+, Cu2+ എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ അയോണുകൾ, Cu2+ അയോണുകൾ. അതിൻ്റെ ബ്രാക്കറ്റിൽ AQ എന്നിട്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അക്വസ് എന്നാണ്. അക്വസ് ജലീയ ലായനിയാണ്, അല്ലെങ്കിൽ ജലത്തിൽ കോപ്പറിൻ്റെ അയോണുകൾ ഉള്ളത്. ഇനി അടുത്തത് Zn2+. ആദ്യം ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഇക്വേഷൻ പറയാം. Zn2+, സിങ്കിൻ്റെ അയോണുകൾ. ദെൻ AQ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് മീഡിയം, അതായത് ജലീയ അല്ലെങ്കിൽ ജലത്തിൻ്റെ ലായനിയിൽ, ജലീയ ലായനിയിൽ അയോണുകൾ ഉള്ളത്, അല്ലെങ്കിൽ അക്വസ് മീഡിയത്തിൽ ആ അയോണുകൾ ഇരിക്കുന്നു. അടുത്ത Cu, കോപ്പർ, ബ്രാക്കറ്റിൽ സോളിഡ്, അതാണ് എസ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ റിയാക്ഷൻ ഇതാണ്. Zn plus Cu2+ gives Zn2++ Cu. എന്താണ് നമുക്ക് കിട്ടിയ റിയാക്ഷൻ? Zn plus Cu2+ gives Zn2++ Cu. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ സിങ്ക് എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0ആണ്. 0 എന്ന് പറയാൻ കാരണം സ്വതന്ത്രാവസ്ഥയിൽ ഏതൊരു ലോഹം ഇരുന്നാലും അതിൻ്റെ ഓക്സിഡേഷൻ സംഖ്യ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആണേ. ഇനി Cu2+, അപ്പോൾ ഈ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്, 2+ ആണ്, +2 ആണ്. ഇനി ഇത് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ Zn 0 ഓക്സിഡേഷൻ നമ്പർ
+2 ആയി ഉയർന്നു. ഇവിടെ 0 ഓക്സിഡേഷൻ സംഖ്യ ഇവിടെ 2 ആയി കൂടി. എന്നാൽ ഇവിടെ 2 ആയിരുന്ന കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ തൊട്ടപ്പുറത്തേക്ക് പോയപ്പോൾ 0 ആയി കുറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയും റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയും, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സീകരണം, എന്താണ്? ഓക്സീകരണം, അതാണ് ഓക്സിഡേഷൻ. ഓക്സീകരണം. അതേപോലെ റിഡക്ഷൻ ഉണ്ട്, നിരോക്സീകരണം. ഓക്സീകരണവും എന്തുകൊണ്ട്? നിരോക്സീകരണവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം. ദാ ഇവിടെ നോക്കൂ, സിങ്കിനെ സംബന്ധിച്ച് 0 ഓക്സിഡേഷൻ നമ്പർ ഈ ഗീവ്സിന് അപ്പുറത്തേക്ക് വന്നപ്പോൾ +2 ആയി ഉയർന്നു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയില്ലേടെ? ഓക്സിഡേഷൻ നമ്പർ കൂടി. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് കൊണ്ട് സിങ്കിൽ നടന്ന പ്രവർത്തനം എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ നോക്കൂ, Cu2+, ഓക്സിഡേഷൻ നമ്പർ +2 ആയിരുന്നു. ഗീവ്സിന് അപ്പുറത്തേക്ക് വന്നപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആയി കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ റെഡ്യൂസ് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ. ഇതെന്ന് വിളിക്കും റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണം. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ. അപ്പോൾ ഇതാണ് ഈ പ്രോസസ്. നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. Zn + Cu2+ gives Zn2+ Cu. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ദെൻ കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ചല്ലേടെ നടന്നത്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ സൈമൾട്ടേനിയസ് ആയി നടന്നതുകൊണ്ട് നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? റിഡോക്സ് പ്രവർത്തനം എന്ന് വിളിക്കാം. കണ്ടോ, റിഡോക്സ് പ്രവർത്തനം നടന്നത് കണ്ടോ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ അകത്ത്. ഓക്കെയാണേ? ഓക്കെയാണ്. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു പോയിൻ്റാണ്, ജസ്റ്റ് ഓർമ്മിക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ വാചാലനായി ഈ കേസ് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എത്രയാണ് എന്നതാണ്. ഇത്തരത്തിലുള്ളൊരു സെല്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 വോൾട്ടാണ്. എത്രയാണ്? 1.1 വോൾട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ സെല്ലിൻ്റെ സിങ്ക് കോപ്പർ തമ്മിൽ ചേർത്തൊരു സെല്ല് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? 1.1 വോൾട്ട്. മറക്കുമോ? മറക്കരുത്, 1.1 വോൾട്ട്. ഇനി ഈ 1.1 വോൾട്ട് കിട്ടുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് 2+ ഉണ്ട്, അതേപോലെ Cu2+ ഉണ്ട്. സിങ്ക് 2+ ഉണ്ട്, അതേപോലെ Cu2+ ഉണ്ട്. ഈ അയോണുകളുടെ കോൺസെൻട്രേഷൻ, ഗാഢത എന്ന് പറയുന്നത് എത്രയായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ഇതിനകത്തുള്ള Cu2+ അയോണുകളുടെയും Zn2+ അയോണുകളുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 1.1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, but this cell has an electric potential value 1.1 volt when the concentrations of Zn2+ and Cu2+ ions become unity. അപ്പോൾ Zn2+ൻ്റെയും Cu2+ൻ്റെയും കോൺസെൻട്രേഷൻ 1 ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കുമ്പോൾ, ഇവിടെയുള്ള ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ടാണ്. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞ സിങ്കും കോപ്പറിനെയും വെച്ച് പറഞ്ഞ ഇത്തരത്തിലുള്ള ഡിവൈസുകളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ദേ ആർ ആൾസോ കാൾഡ് ഗാൽവാനിക് ഓർ വോൾട്ടായിക് സെൽ. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗാൽവാനിക് ഓർ വോൾട്ടായിക് സെൽ. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ
ഗാൽവാനിക് സെല്ലും വോൾട്ടായിക് സെല്ലും. അപ്പോൾ ഇവയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഗാൽവാനിക് സെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? വോൾട്ടായിക് സെൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന ടേമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സയൻസ് പഠിച്ചവരാണ് നമ്മളെല്ലാവരും. അതിപ്പോൾ അതുകൊണ്ട് നമ്മളിത് നേരത്തെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കേൾക്കുന്നത് ഇപ്പോഴായിരിക്കാം. എന്നാലും പ്രശ്നമില്ല, ഈസിയാണ് ഈ പരിപാടി. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് പോയിൻറ്റ്സൊക്കെ കുറിച്ചെടുത്ത് നോക്കുക. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ശരി, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പടത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോഡുകളെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ പേരെന്താണ്ടേ? ആനോഡ്. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ പേരെന്താടെ? കാഥോഡ്. കാഥോഡ്. ആനോഡും അതുപോലെ എന്ത്? കാഥോഡും. ഓക്കെ, ആനോഡിന് എന്ത് ചാർജാണുള്ളത്? സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. കാഥോഡിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് എന്തുമാണ്? നെഗറ്റീവുമാണ്. ഇവിടെ ഈ സംഗതി, ഈ ഗാൽവാനിക് സെല്ലുകൾ എടുക്കുമ്പോൾ ഇവ തിരിഞ്ഞു വരും. ഇവയിൽ നമ്മൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നതിൻ്റെ ബേസ് വെച്ചുകൊണ്ട് മാത്രമാണ് ആരെ പറയുന്നത്? നമ്മുടെ കാഥോഡും ആനോഡിനെയും പറയുന്നത്. ഇനി ഇവിടെ തന്നെ നോക്കൂ, സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ കോപ്പറിലേക്ക് സഞ്ചരിക്കുന്നു. സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ, കണ്ടോ ഇലക്ട്രോണിൻ്റെ ഒരു ആരോ കിടക്കുന്നുണ്ടല്ലോ, ഇലക്ട്രോണുകൾ കോപ്പറിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ കോപ്പറിലേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ സഞ്ചാരം. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ സഞ്ചാരം. അതാണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ പാതയും കറണ്ടിൻ്റെ പാതയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മളിതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ആറ്റങ്ങളായി കഴിഞ്ഞാലും മറ്റ് കണികകളായി കഴിഞ്ഞാലും ഒക്കെ ഇതിൽ സത്യം പറഞ്ഞാൽ നന്നായി ചലിക്കാൻ കഴിയുന്നത് ഇലക്ട്രോണിന് മാത്രമാണ്. അല്ലാതെ മറ്റ് കണികകൾക്ക് ഒരെണ്ണത്തിൽ നിന്ന് പൂർണ്ണമായും മറ്റൊന്നിലേക്ക് പോകാനൊന്നും ഉള്ള കപ്പാസിറ്റി ഇല്ല. ഏറ്റവും കൂടുതലായി ചലിക്കാനും ഇതേപോലെ മാറിപ്പോകാനും ഒക്കെ പറ്റുന്ന ആർക്കാണ്? ഇലക്ട്രോണുകൾക്കാണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ബേസിലേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യകാലത്തെ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് എന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൺസിഡർ ചെയ്താണ് നമ്മുടെ ഈ കെമിസ്ട്രിയൊക്കെ ഡെവലപ്പാക്കി വെച്ചത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇവിടെ നിന്ന് പോസിറ്റീവ് കണികൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടല്ല. ഇവിടെ നിന്ന് നെഗറ്റീവ് ഇങ്ങോട്ട്, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും പോസിറ്റീവ് കണികൾ ഇങ്ങോട്ട് തിരിച്ച് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി നമ്മൾ എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട, ജസ്റ്റ് കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. ഗാൽവാനിക് സെല്ലുകൾ വരുമ്പോൾ അത് തിരിച്ചു വരും. ഓർക്കുക, ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ആനോഡിന് നെഗറ്റീവ് ചാർജും ഇവിടെ കോപ്പർ എന്ന് പറയുന്ന കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി ഈ സാൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത്, നമ്മൾ സെപ്പറേറ്റ് സാൾട്ട് ബ്രിഡ്ജിനെ എടുത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്കവിടെ പറയാം എന്താണ് സാൾട്ട് ബ്രിഡ്ജ്, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം, എന്തിനാണത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഗാൽവാനിക് സെല്ലിൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, താഴ്ത്തി വെച്ചിരിക്കുന്നു. കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെയോ ഒരു
പിന്നെ കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു വയറുണ്ട്, ഒരു കോപ്പർ വയർ കൊണ്ട് 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ഗാൽവനോമീറ്ററോ ഓൾട്ട്മീറ്ററോ ഒക്കെ നമുക്കിവിടെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഫ്ലോയുടെ അനുസരിച്ച് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ നീഡിൽസിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ചലനം കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കറണ്ട് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെയാണേ? ഓക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 3 കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ കണ്ടീഷനുകൾ എന്നാണ്. ഇഫ് ആൻ എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ, നമ്മൾ പുറത്തു നിന്ന് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായി നമ്മളൊരു പൊട്ടൻഷ്യൽ പുറത്തു നിന്ന് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 കണ്ടീഷനുകൾ ഡെവലപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, നമ്മൾ പുറത്തു നിന്ന് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. ഈ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ 1.1 വോൾട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ എന്ത് നടക്കും എന്നാണ്. നോക്കൂ, ഫസ്റ്റ് വി അപ്ലൈഡ് ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ബിലോ 1.1 വോൾട്ട്. 1.1 വോൾട്ടിനേക്കാൾ താഴെയുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോഴോ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ്. ആ സമയത്ത് ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കും, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് സഞ്ചരിക്കും. കണ്ടോ, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ കറണ്ട് എങ്ങോട്ട് സഞ്ചരിക്കും, ഹെൻസ് കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക്. കണ്ടോ, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺസ് പോയി. അപ്പോൾ കറണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായി. ഇത് കറണ്ട് കണ്ടോ. അപ്പോൾ 1.1 വോൾട്ടിനേക്കാൾ താഴെ നമ്മൾ എന്ത് കൊടുത്താൽ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുത്താൽ, ആ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ പോകും. കറണ്ടിൻ്റെ ഡയറക്ഷൻ കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് വരും. ഓക്കെ ആണോ? പിന്നെയോ, അപ്പോഴോ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ്. അപ്പോൾ ഇവിടെ ഈ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ്, അപ്പോഴോ കോപ്പർ ഡെപ്പോസിറ്റ്സ് അറ്റ് കാഥോഡ്. ആ സമയത്ത് കോപ്പർ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ താഴെ കൊടുത്താൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ സഞ്ചരിക്കും. അപ്പോൾ കറണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോൾ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡിൽ സിങ്ക് ഡിസോൾവ് ചെയ്യുകയും കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. മറക്കുമോ ഈ കണ്ടീഷൻ? മറക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇനി നമ്മൾ നോക്കുന്നു രണ്ടാമത്തെ കണ്ടീഷൻ. എന്താണ് ഇവിടെ നോക്കുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ നോക്കുന്നത് when external potential is equal to 1 volt. നമ്മളിവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിന് തുല്യമാണ്. അതായത് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1.1 വോൾട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലും 1.1 വോൾട്ട്. അങ്ങനെയാണെങ്കിലോ നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ കറണ്ട്. അവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയോ കറണ്ടിൻ്റെ ഫ്ലോയോ ഇല്ല. കാര്യം
ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യണമെങ്കിൽ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിന് ഫ്ലോ ചെയ്യാൻ പറ്റൂ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ ഇലക്ട്രോണിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല, ഒഴുകാൻ പറ്റത്തില്ല, സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇല്ല, പിന്നെ കറണ്ട് ഉണ്ടോടെ അവിടെ കറണ്ട് ഇല്ല. അത് കൂടാതെ നോ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ്. അവിടെ ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനും നടക്കുകയും ഇല്ല. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ടിന് ഈക്വൽ ആണ് എങ്കിൽ അവിടെ ഇലക്ട്രോൺ ഫ്ലോയോ കറണ്ട് ഫ്ലോയോ ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനൊന്നും നടക്കുകയും ഇല്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇതാ നോക്കൂ, ഇവിടെ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1.1 വോൾട്ട്. അപ്പോൾ അങ്ങനെയാണ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ കണ്ടീഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്. അതായത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യലായ 1.1 വോൾട്ടിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോൺസ് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് പോകും. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. കണ്ടോ? ഇലക്ട്രോൺസ് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് പോകും. അപ്പോഴോ കറണ്ട് ഫ്ലോസ് ഫ്രം സിങ്ക് ടു കോപ്പർ. അപ്പോൾ കറണ്ട് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് വരും. കറണ്ട് സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് വരും. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും. ഓക്കെയാണ്. ഇനിയോ അപ്പോഴെന്ത് സംഭവിക്കും? സിങ്ക് ഈസ് ഡിപ്പോസിറ്റഡ് അറ്റ് സിങ്ക് ഇലക്ട്രോഡ്. ഈ സിങ്കിൻ്റെ അയോണുകൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? സിങ്ക് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ കോപ്പർ ഡിസോൾവ്സ് അറ്റ് കോപ്പർ ഇലക്ട്രോഡ്. കോപ്പർ ഇലക്ട്രോഡിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. വെൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്, electron flow starts from copper to zinc and current flow from zinc to copper. ഓക്കെയാണ്. അപ്പോഴോ സിങ്ക് ഡെപ്പോസിറ്റഡ് അറ്റ് സിങ്ക് ഇലക്ട്രോഡ്. സിങ്ക് ഇലക്ട്രോഡിൽ സിങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെയോ കോപ്പർ ഡിസോൾവ്സ് അറ്റ് കോപ്പർ ഇലക്ട്രോഡ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡിൽ എന്ത് ചെയ്യുകയും ചെയ്യും? ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ 3 കണ്ടീഷനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതാ. ഇത് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്. അത് എന്തിനെക്കുറിച്ച് പഠിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആകുന്നതും തിരിച്ചുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏതിനകത്ത് പഠിക്കുന്നത്? ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസും അതേപോലെ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസും ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ദെൻ ഇലക്ട്രോപ്ലേറ്റിംഗ്, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, പിന്നെ നമ്മുടെ ബാറ്ററീസ്, സെൽസ്, വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്, അവരുടെ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ബേസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് വിളിക്കുന്നത്. അവ ഇങ്ങനെ ഈ പ്രവർത്തനം നടത്തുന്നത് റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു സെല്ലിൻ്റെ റിയാക്ഷൻ നമ്മളിവിടെ പറഞ്ഞു. പിന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകളെ പൊതുവേ നമ്മൾ ഗാൽവാനിക് ഓർ വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറഞ്ഞത്.
സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണെന്നും അപ്പോൾ അതിന് 3 കണ്ടീഷനുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പുറത്തു നിന്ന് നമ്മളൊരു പൊട്ടൻഷ്യൽ അതിലേക്ക് കൊടുക്കുന്നു, മീൻസ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1.1 വോൾട്ടിനേക്കാൾ കുറച്ചുള്ള പൊട്ടൻഷ്യൽ കൊടുക്കാം, നമുക്ക് 1.1 വോൾട്ടിന് തുല്യമായ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കാം. അതേപോലെ തന്നെ 1.1 വോൾട്ടിനേക്കാൾ കൂടുതലുള്ള എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കാം. ആ 3 സമയത്തും ഇത് കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതുവരെ പഠിച്ച ഈ പോർഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഇലക്ട്രോ കെമിസ്ട്രി സ്റ്റഡി? ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്? അത് സിമ്പിളാണ്, നമുക്കറിയാം. എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പഠിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷനുകളിൽ നിന്ന് ആരുണ്ടാകുന്നത്? കെമിക്കൽ റിയാക്ഷനുകളുടെ അകത്ത് നിന്ന് പിന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റിയെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ബാക്കി പോർഷൻസ് ഒന്നും അല്ലെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നമ്മൾ പറയാതെ പോയത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് അബൌട്ട് വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ? അതായത് ഇലക്ട്രോ കെമിസ്ട്രി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്തിനാണ്? ടു ബ്രിങ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ എനർജിയെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സ്പോണ്ടേനിയസ്, ഓപ്ഷൻ ബി നോൺ സ്പോണ്ടേനിയസ്, ഓപ്ഷൻ സി എൻഡോതെർമിക്, ഓപ്ഷൻ ഡി ഇനേർട്ട്. നമ്മളിതിനകത്ത് പഠിച്ചിട്ടുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് നോൺ സ്പോണ്ടേനിയസ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ നടത്തുന്നത് എന്ന് പഠിച്ചു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻസിനകത്ത് വരാത്തത് എന്നാണ്. ഫസ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. 2, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓപ്ഷൻ സി, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ. ദെൻ ഡി, കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്. ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് കാൽഷ്യം, മഗ്നീഷ്യം, അതൊക്കെ പഠിച്ചു, അലുമിനിയം. ദെൻ അടുത്ത ഇലക്ട്രോപ്ലേറ്റിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു, പ്യൂരിഫിക്കേഷൻസ് ഓഫ് മെറ്റൽസ് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടാതെ നമ്മൾ വിട്ടത് ഏതാണ്? ദ കമ്പഷൻ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റൽ ഈസ് നോട്ട് ടിപ്പിക്കലി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായത്തോടെ അല്ലാതെ നിർമ്മിക്കപ്പെടുന്ന ലോഹം ഏതാണ്, മെറ്റൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോഡിയമാണോ, മഗ്നീഷ്യമാണോ, കാൽഷ്യമാണോ, അയണാണോ? നമ്മൾ പഠിച്ച സമയത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായി പഠിക്കാതെ നമ്മൾ പോയത് അയണാണ്. അപ്പോൾ അയണിനെ ഒരിക്കലും ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായത്തോടു കൂടി അല്ല നമ്മൾ നിർമ്മിക്കുന്നത്. അയണിനെ നമ്മൾ നിർമ്മിക്കുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയാണെന്ന് വെച്ചാൽ അയണിനെ നിർമ്മിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലാണ് നമ്മൾ അയണിനെ നിർമ്മിക്കുന്നത്. അവിടെ ഇലക്ട്രോ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ അയൺ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇൻ ദ റിയാക്ഷൻ Zn gives Zn plus Cu2 plus gives Zn2 plus Zu. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, റിയാക്ഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രിക്കൽ potential of the cell when the concentration of Cu2 plus and Zn2 plus ions both have 1. ഇതിൻ്റെ യൂണിറ്റി, അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നായിരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കുമ്പോൾ ആരുടെ കോൺസെൻട്രേഷൻ? Zn2 പ്ലസ് അയോണുകളുടെയും കോപ്പർ 2 പ്ലസ് അയോണുകളുടെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിരിക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സെല്ലിനകത്തുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ പഠിച്ചു. എത്രയാണ്? ഓപ്ഷൻ ബി 1.1 വോൾട്ട് ആയിരിക്കും. 1.1 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ
പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഹാപ്പൻസ് വെൻ ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ലെസ് ദാൻ 1.1 വോൾട്ട് ഈസ് അപ്ലൈഡ് ടു എ ഗാൽവാനിക് സെൽ? ഒരു ഗാൽവാനിക് സെല്ലിൽ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 1.1 വോൾട്ടിനേക്കാൾ കുറവുള്ള പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ. ഓപ്ഷൻ ബി, ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ദെൻ നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ കറണ്ട്. ദെൻ ഓപ്ഷൻ ഡി, കോപ്പർ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ആനോഡ്. അതിനകത്ത് ഏതാണ് ശരി? ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക്. ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At an external potential 1.1 volt applied to a galvanic cell, what occurs? നമ്മൾ 1.1 വോൾട്ട് പൊട്ടൻഷ്യൽ കാണിക്കുന്ന സെല്ലിനകത്തേക്ക് എക്സ്റ്റേണൽ പൊട്ടൻഷ്യലും 1.1 വോൾട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി, നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ കറണ്ട്. അവിടെ കറണ്ടിൻ്റെ ഫ്ലോയും ഇല്ല, ഇലക്ട്രോണിൻ്റെ ഫ്ലോയും ഇല്ല. നോ കെമിക്കൽ റിയാക്ഷൻ ഓക്കേഴ്സ്. അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും എന്ത് ചെയ്യില്ല, നടക്കില്ല. ഓക്കെ, അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ പോലെ ആവും. അടുത്ത, വെൻ ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്, 1.1 വോൾട്ടിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചതാണ്, ആ സ്ലൈഡുകളുടെ അകത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ഏതാ? സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് സിങ്ക് ഇലക്ട്രോഡ്. താഴെ തന്നിരിക്കുന്നത് എല്ലാം നോക്കണം, എന്നിട്ട് നമ്മൾ എഴുതണം സിങ്ക് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് സിങ്ക് ഇലക്ട്രോഡ്. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായ ഉത്തരം. വിച്ച് ഇലക്ട്രോഡ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓക്സിഡേഷൻ ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ? ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെ? ഓക്സിഡേഷൻ നടക്കുന്നത് എപ്പോഴും എവിടെയാണ്? ആനോഡ്. ആനോഡിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ. ആനോക്സ് എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക, ആനോഡിൽ ഓക്സിഡേഷൻ. ഓക്കെ, ദെൻ അടുത്ത, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണോ? ടു എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ഓർസ് ആണോ? പ്യൂരിഫൈ മെറ്റൽസ് ആണോ? ടു കോട്ട് ആൻ ഓബ്ജക്റ്റ് വിത്ത് എ തിൻ ലെയർ ഓഫ് മെറ്റൽ. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു തിൻ ലെയർ ഓഫ് മെറ്റൽ കോട്ടിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് ശരിയായ ഉത്തരം. ടു കോട്ട് ആൻ ഓബ്ജക്റ്റ് വിത്ത് എ തിൻ ലെയർ ഓഫ് മെറ്റൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഈസ് മെഷേർഡ്. സെല്ലിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് ഏതിലാണ്? ഓപ്ഷൻ സി, വോൾട്ട്. ജൂളിലല്ല, ആംപിയറിലല്ല, കുളോംസിലല്ല, പിന്നെ നമ്മൾ എന്താണ് വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എബൌട്ട് ഗാൽവാനിക് സെൽ? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഗാൽവാനിക് സെല്ലിൻ്റെ ബേസിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ഇറ്റ് കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. അത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇറ്റ് ഇൻവോൾവ്സ് എ നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. അതിനകത്ത് നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആൻ ഇലക്ട്രോലിറ്റിക് സെൽ. ഇതിനെ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വിളിക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി ഫ്രം സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇത് നോക്കൂ, ഓപ്ഷൻ ഡി, ഇറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി ഫ്രം സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് അത് ഇലക്ട്രിസിറ്റിയെ ഉണ്ടാക്കുന്നു. ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നോൺ സ്പോണ്ടേനിയസ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് നടത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ആനോഡ് ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ? ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ ആനോഡിൽ എന്താണ് നടക്കുന്നത്? സോറി, ഒന്ന് കട്ട് ചെയ്തേക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് അറ്റ് ദ കാഥോഡ് ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ?
ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ കാഥോഡിൽ എന്താണ് നടക്കുന്നത്? കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ. കാഥോഡിൽ എന്ത് നടക്കുന്നു? റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ കാഥോഡ്. റെഡ് ക്യാറ്റ് എന്ന് ഓർമ്മിക്കുക. റിഡക്ഷൻ കാഥോഡ്, റെഡ് ക്യാറ്റ്. ഓക്കെ, എങ്ങനെ എഴുതി കഴിഞ്ഞാൽ റെഡ് ക്യാറ്റ്, കാഥോഡിൽ റിഡക്ഷൻ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ദാറ്റ് ക്യാൻ ബി ഡ്രിവൺ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി? Which of the following is an example of a non-spontaneous redox reaction? താഴെ തന്നിരിക്കുന്നതിൽ ഒരു നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷന് ഈ എക്സാമ്പിൾ പറയാനാണ്. ദാറ്റ് ക്യാൻ ബി ഡ്രിവൺ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ സഹായത്തോടെ നടക്കുന്ന സാധനം അതേതാണ്? റെസ്റ്റിംഗ് ഓഫ് അയൺ ആണോ, കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ആണോ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണോ, ഫോർമേഷൻ ഓഫ് മെറ്റൽ അലോയി ആണോ? നമ്മൾ പറഞ്ഞത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ദാറ്റ് ക്യാൻ ബി ഡ്രിവൺ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിനകത്ത് റെസ്റ്റിംഗ് ഓഫ് അയൺ ഉണ്ട്, കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഉണ്ട്, ഫോർമേഷൻ ഓഫ് മെറ്റൽ അലോയി ഉണ്ട്. ഇതിനകത്ത് ആരെയാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഈ പ്രോസസ്സിലൂടെ നടത്താൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്ഷൻ സി ഇതാ കിടക്കുന്നു, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് കേട്ടോ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായ ഉത്തരം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സിൻ്റെ പോർഷൻസ് എല്ലാം നന്നായിട്ടൊന്ന് കാണുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.